ഇന്നൊരു കഥ പറയാം, ഒരു രാജാവിൻ്റെ കഥ. ഒരു കാലഘട്ടം മുഴുവൻ ഒരു നാടിൻ്റെ നിരത്തുകളെ അടക്കി വാണിരുന്ന ഒരു ഇന്ത്യൻ നിർമ്മിത കാറിൻ്റെ കഥ. ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് വരെ കയറ്റി അയച്ചിട്ടുള്ള എൻ്റെ കഥ. ഞാൻ അംബാസഡർ മാർക്ക് 1. Tell me river, since 1959. why don't you hear me wander? ഞങ്ങൾ അംബാസഡറുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് 1958 മുതലാണ്. 1950 ലണ്ടനിലുള്ള മോറിസ് മോട്ടോഴ്സിൽ നിന്നും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ലൈസൻസ് സ്വന്തമാക്കി ആദ്യ കാർ ഇറക്കുന്നത് 1958. ആ മോഡലല്ല ഞാൻ, അതിൻ്റെ പേര് ലാൻഡ് മാസ്റ്റർ. ബൂട്ട് കുറച്ച് ചെരിഞ്ഞുള്ള ആദ്യ മോഡൽ. പിന്നീട് മാർക്ക് 1 വന്നു, 2 വന്നു, 3 വന്നു, മാർക്ക് 4 വന്നു, പിന്നെ ഗ്രാൻഡും ക്ലാസിക്കും. അങ്ങനെ 2014 വരെ ഇന്ത്യൻ നിരത്തുകൾക്ക് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ചിരുന്നു. അക്കാലങ്ങളിൽ സാധാരണക്കാർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ സഞ്ചരിച്ചിരുന്നത് ഞങ്ങളുടെ ഒപ്പമായിരുന്നു. ശരിക്കും ജനകീയം. ഇനി എൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ 1959 മോഡൽ അംബാസഡർ മാർക്ക് 1. ബ്രിട്ടീഷുകാരായ മോറിസ് ഓക്സ്ഫോർഡ് 3 എന്ന മോഡലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു എൻ്റെ പിറവി. വിദേശി എഞ്ചിനും രൂപമൊക്കെ ആയിരുന്നെങ്കിലും നമ്മുടെ നാട്ടുകാർ എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചു. 1489 cc ഓവർ ഹെഡ് വാൽവ് BMC പെട്രോൾ എഞ്ചിനോടെ പുറത്തിറങ്ങിയ കാർ. ആദ്യം ഞാൻ തൃശ്ശൂരിലായിരുന്നു, പിന്നെ ഇവിടെ അക്ഷര നഗരിയിലേക്ക് എത്തി. ഇപ്പോൾ 33 വർഷങ്ങളായി ഇവിടെ. ഇതെൻ്റെ മാർക്ക് 1 അംബാസഡറാണ്. ഇതിപ്പോൾ 33 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇത് 93 ഞാൻ മേടിച്ചത്. അത് ഡോക്ടർ കേരളവർമ്മ എന്നും പറഞ്ഞ ഒരു പ്രൊഫസറുടെ നിന്നാണ് ഞാൻ മേടിച്ചത്. പുള്ളി തൃശ്ശൂരാണ് പുള്ളിയുടെ വീട്. അപ്പോൾ അവിടെ നിന്ന് 93 പോയി ഈ വണ്ടി കണ്ട് മേടിച്ചത്. അങ്ങനെ മേടിച്ച ഈ വണ്ടിയോടുള്ള മാർക്ക് 1 കണ്ട ആ ഇഷ്ടം, വണ്ടി ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു. എൻ്റെ ഒരു കസിൻ പറഞ്ഞു ഇങ്ങനെ ഒരു വണ്ടി അവിടെ ഉണ്ട്, കൊടുക്കുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ രണ്ടും കൂടി പോയി പറഞ്ഞ് അങ്ങനെ മേടിച്ചത്. അന്ന് തന്നെ മേടിച്ചുകൊണ്ടിങ്ങനെ പോന്നു. ഇപ്പോൾ ഒരുപാട് പേര് ഈ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കൊണ്ട് കിടക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോഴും ആ പഴയ സ്റ്റോക്ക് കണ്ടീഷനില്ല. ഞാൻ എടുത്ത് പിന്നെ ബ്രേക്ക് മാത്രം ഡിസ്കാക്കി ഫ്രണ്ട്, ബാക്കിയെല്ലാം സ്റ്റോക്കാണ്. പെട്രോൾ, ഒറിജിനൽ പെട്രോൾ. അത് തന്നെ റേഡിയേറ്ററും മാറി, പിന്നെ സീറ്റ് വേറെ ചെയ്തു, പെയിൻറ്റും കളറ് മാറ്റി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലത്തെ നല്ല വണ്ടിയായിരുന്നു. എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, എന്തെങ്കിലും തോന്നിയോ? എനിക്ക് ഈ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ ഇല്ല. അത് ചുമ്മാ അങ്ങനെ ഊരിക്കളഞ്ഞതൊന്നുമല്ല, കമ്പനി തന്നിട്ടില്ല, പിന്നെ വെച്ചിട്ടുമില്ല. അതുപോലെ എൻ്റെ വൈപ്പർ കണ്ടോ, 2 സൈഡിൽ നിന്ന് വരുന്ന പഴയ മോഡൽ. അങ്ങനെ കുറേ അധികം പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ മുതലാളിക്ക് തന്നെയാണ് കേട്ടോ. അംബാസഡർ പണ്ടത്തെ ആ ഒരു രാജകീയമായ യാത്രയല്ല അതല്ലേ. അംബാസഡർ ആയിരുന്നു. അന്ന് ഫിയറ്റും ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അന്നേരം ഫിയറ്റ് ഉള്ളപ്പോഴാണ് ഇത് എടുത്തത് തന്നെ. അതുകൊണ്ട് ആ വണ്ടിയുടെ ഷേപ്പും അതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം വന്നെടുത്തത്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ, കോയമ്പത്തൂർ, അങ്ങനെ. അതിലെപ്പോഴും ഉള്ള യാത്രയായിരുന്നു കോയമ്പത്തൂരിലേക്ക്. മുതലാളിയുടെ മകൻ പഠിച്ചത് അവിടെയായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പോവും. ഇന്നത്തെ പോലെ ഹൈവേകളും വീതിയുള്ള റോഡുകളും ഇല്ലാതിരുന്ന കാലത്താണ്. കോട്ടയത്ത് നിന്ന് കോയമ്പത്തൂർ വരെ ഒരു കുലുക്കവും ഇല്ലാതെ രാജാവിനെ പോലെയായിരുന്നു എൻ്റെ യാത്ര. യാത്ര എന്ന് പറഞ്ഞാൽ ഓടിക്കുന്നതിലും സുഖം പുറകിലിരുന്ന് പോകാൻ ഏറ്റവും സുഖം. ഓടിക്കാൻ ഇച്ചിരി സ്റ്റിയറിങ് ഇച്ചിരി പ്രയാസമാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ വെച്ചാൽ. പക്ഷേ യാത്ര സുഖമാണ് നല്ല. കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാം. 7-8 പേരൊക്കെ ഇരുന്ന് പോകും. ഞങ്ങൾ 10 പേരൊക്കെ ഇരുന്ന് പോയിട്ടുണ്ട്. ഞാനും ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാണ്. ഈ മിനിയേച്ചർ കണ്ടില്ലേ, എനിക്ക് വേണ്ടി അങ്ങ് പൂനെയിൽ നിന്ന് നിർമ്മിച്ച് വാങ്ങിയതാണ്. അതുമാത്രമല്ല, ഇവിടെ നടന്ന കല്യാണത്തിന് പോലും ഞാനായിരുന്നു സ്റ്റാർ. വേറെ ലക്ഷറി വണ്ടികളൊക്കെ എടുക്കാൻ അവസരമുണ്ടായിട്ടും എന്നെ കൊണ്ടാണ് മുതലാളിയുടെ മകൻ കല്യാണത്തിന് പോയത്. ഇളയമോൻ്റെ കല്യാണത്തിന് അവനിതേ തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ ഒരു 5 വർഷമായി. അന്നേ അങ്ങനെ ഇവൻറ്റ്സിന് കൊടുത്തിട്ടുണ്ട്, വേറെ അങ്ങനെ പുറത്താർക്കും കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ മാത്രമേ ഓടിക്കത്തുള്ളൂ, വേറെ ഓടിക്കത്തുമില്ല. ഈ സെയിം വണ്ടി മിനിയേച്ചർ ഇറക്കിയിട്ടുണ്ട്. അത് പൂനെയിലുള്ള വിശാൽ എന്നും പറഞ്ഞൊരു
പുള്ളി ഇറക്കിയത്. അപ്പോൾ ഈ സെയിം വണ്ടിയുടെ ആ മോഡലാണ് ഇറക്കിയത്. 1:18 സ്കെയില് ചെറിയ മിനിയേച്ചർ മോഡൽ ഇറക്കിയിട്ടുണ്ട്. എടുത്തപ്പോൾ തൊട്ട് ഇത് കൊണ്ടു നടക്കുന്നു. ആര് ചോദിച്ചാലും കൊടുക്കത്തില്ല. ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്, എൻക്വയറി വരുന്നുണ്ട്, പക്ഷെ കൊടുക്കത്തില്ല. നല്ല വിലയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കൊടുക്കാൻ തോന്നത്തില്ല. കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വിൻറ്റേജ് കാറ് മാത്രമായി ഒതുങ്ങി. പക്ഷേ ഒരു കാലമുണ്ടായിരുന്നു, 10 പേര് ഒരുമിച്ച് വന്നാലും 10 പേരെയും ഒരുമിച്ച് കയറ്റിയിരുന്ന ഒരു കാലം. പ്രധാനമന്ത്രിമാർ മുതൽ നാട്ടിലെ പ്രമാണിമാർ വരെ അംബാസഡറിൽ യാത്ര ചെയ്തിരുന്ന കാലം.